ഇസ്രയേലിൽ നിന്നും വരുന്ന വാർത്തകളിൽ ഹിസ്ബുള്ള അവരുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണെങ്കിലും ഇന്ന് രാവിലെ അഥവാ ശനിയാഴ്ച രാവിലെ മുതൽ ഇസ്രയേലിലെ വടക്ക് കിഴക്കൻ നഗരമായ നഹാരിയയിലും പരിസര പ്രദേശങ്ങളിലും അപായ സൈറണുകൾ കൂട്ടത്തോടെ നിരന്തരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ലേമാൻ, ഷെഗർ ഹസീവ്, മിലൌട്ട് ഇൻഡസ്ട്രിയൽ സോൺ, ബെഡ്സെറ്റ് ബീച്ച്, റോഷ് ഹാനിക്ക, സാർ തുടങ്ങിയ മേഖലകളിലെല്ലാം തുടർച്ചയായ സൈറണുകൾ മുഴങ്ങുന്നു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജെറുസലേം പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രയേലും അലർട്ട് മുഴങ്ങുന്ന സ്ഥലങ്ങളും സമയങ്ങളും അവരുടെ ഓൺലൈൻ പോർട്ടലുകളിൽ നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസൈൽ ആക്രമണത്തിൻ്റെ അപ്ഡേഷനുകൾ അറിയാൻ എക്സിലെ ഒരു പേജ് ഫോളോ ചെയ്യാനും അനൗദ്യോഗികമായി ജനങ്ങൾക്കിടയിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇതിനർത്ഥം നിരന്തരമായ ആക്രമണം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലെബനാനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച 2 ഡ്രോണുകൾ IDF വെടിവെച്ച് വീഴ്ത്തി എന്ന് IDFും പറയുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നുണ്ട്. അതിനിടെ ഹിസ്ബുള്ളയുടെ ആക്രമണം കടുത്തതോടെ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ സാധ്യമാക്കണമെന്ന ഇസ്രയേലിൻ്റെ അഭ്യർത്ഥന അമേരിക്കക്ക് മുൻപാകെ ഇസ്രയേൽ വെച്ചിരിക്കുന്നു. അമേരിക്ക ലെബനാൻ പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെറീഖിന് ഈ ഇസ്രയേലിൻ്റെ ഈ ഒരു അഭ്യർത്ഥന കൈമാറിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായി സഖ്യമുള്ള വ്യക്തി കൂടിയാണ് ഈ റബീഹ്. മുൻപും ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ ഏറ്റുമുട്ടിയപ്പോൾ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് അമേരിക്കയെ കൊണ്ട് വെടിനിർത്തലിന് പ്രേരിപ്പിക്കുകയും അതുവഴി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്ത ഒരു ബാഡ് ചരിത്രം കൂടി ഇസ്രയേലിനുണ്ട്. അതേ മാതൃകയിലാണ് ഇപ്പോഴും ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത്. അതിന് മറ്റൊരു കാരണം കൂടി പ്രധാനമായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ നവംബർ 30-നാണ് ലെബനാനിന് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രയേൽ കരസേനയെ വിന്യസിക്കുന്നത്. 45 ദിവസം ഈ കരസേന ലെബനാനിലേക്ക് പുറപ്പെട്ട് അതിൻ്റെ സമയം പിന്നിടുമ്പോൾ കരസേനയിൽ ലെബനാനിൽ മാത്രമായി 49 ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ മാത്രം 7 സായനിസ്റ്റ് സൈനികരും ലെബനാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി ഇസ്രയേൽ സൈനികർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും സൈനിക ഉപകരണങ്ങൾക്കും കവചിത വാഹനങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നതും കൃത്യമാണ്. ടാങ്കുകളെയും അതോടെ തന്നെ കവചിത വാഹനങ്ങളെയും തകർക്കാൻ പോരുന്ന തരത്തിലുള്ള വലിയ ആയുധങ്ങൾ ഇവർ വികസിപ്പിച്ചെടുക്കുകയും അതുവഴി അവരുടെ വാരിക്കുഴികളിലേക്കും ചതിക്കുഴികളിലേക്കുമൊക്കെ ഇസ്രയേൽ സൈന്യം അകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു വീടിനകത്ത് റെയ്ഡ് നടത്താൻ കയറിയ ഇസ്രയേലിലെ 6 സൈനികർ ആ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് മരണപ്പെട്ട വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയതാണ്. ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരായ കരയാക്രമണത്തിൽ ഇസ്രായേലിന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ച ദിവസങ്ങളിലൂടെയാണ് ഇസ്രയേൽ കടന്നുപോകുന്നത്. ഇത്തരത്തിൽ ഇസ്രയേൽ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുന്നത്. അമേരിക്കയുടെ ഈ വെടിനിർത്തൽ, ഇസ്രയേലുമായുള്ള ഈ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ ഈ ഒരു ശ്രമത്തെ, ഈ ലെബനാനിൻ്റെ നീക്കത്തെ ഇറാനും പിന്തുണയ്ക്കുന്നു എന്നതും നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കനത്ത ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ ചർച്ചകളും പുരോഗമിക്കുന്നത്. ഇറാൻ ഈ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ ഉപദേശകനുമായ അലി ലാരിജാനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈയിടെ ഇസ്രായേൽ ലെബനാനിൻ്റെ തെക്കൻ മേഖലയിലും ആക്രമണം കടുപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ US സഖ്യമാണ് വെടിനിർത്തൽ ആവശ്യവുമായി മുന്നോട്ട് വന്നത്. അതേസമയം വടക്ക് കിഴക്കൻ ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരികയാണ്. ലെബനാൻ ഏജൻസി ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നുകൂടിയാണിത്. ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആക്രമണം കിരാതമാണെന്നാണ് ലെബനാനിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വാൽബേക്കിന് സമീപം ദൗറിസിലാണ് ആക്രമണം ഉണ്ടായത്. സിവിൽ ഡിഫൻസ് ഏജൻസി ഉപയോഗിക്കുന്ന കെട്ടിടം ആക്രമണത്തിൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച തെക്കൻ നബാത്തിയയിൽ മറ്റൊരു ആക്രമണവും ഇസ്രായേൽ സൈന്യം സമാന രീതിയിൽ നടത്തി. അറബ് സാലിം ടൗണിൻ്റെ മധ്യഭാഗത്തുള്ള സിവിൽ ഡിഫൻസ് സെന്ററിന് നേരെയാണ് ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണത്തിൽ 5 പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇതേ സമയം തന്നെ ലെബനാനിലെ UN സമാധാന ദൗത്യത്തിലെ ഇറ്റാലിയൻ സംഘത്തിന് നേരെ വീണ്ടും ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സൈനിക ബേസിനു സമീപം പൊട്ടാത്ത ഇസ്രയേൽ സൈനിക ടാങ്കിൽ നിന്നുള്ള പീരങ്കി ഷെൽ വന്നിടിച്ചതായി ഇറ്റലി ആരോപിച്ചിട്ടുണ്ട്.
ഇത് മൂന്നാം തവണയാണ് ഇസ്രയേൽ സൈന്യം UN സുരക്ഷാ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. 2 തവണയും ഇറ്റാലിയൻ സൈനികർക്കെതിരെ തന്നെയായിരുന്നു ആക്രമണം ഉണ്ടായത്. 2006 UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിലൂടെ സ്ഥാപിതമായ 10,000 അംഗങ്ങളുള്ള UN മിഷൻ തെക്കൻ ലെബനാനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. 10,000 സൈനികരാണ് അതിനകത്തുള്ളത്. ലെബനനെയും ഇസ്രയേലിനെയും വേർതിരിക്കുന്ന ബ്ലൂ ലൈൻ, നീലരേഖ വഴിയുള്ള ഇസ്രയേലിൻ്റെ കടന്നുകയറ്റം തടയുക എന്നതാണ് ഈ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് UN ഉദ്ദേശിക്കുന്നത്. ഈ സൈന്യത്തെ ഇവിടെ വിന്യസിക്കരുതെന്നും അവരെ പിൻവലിക്കണമെന്നും ഇസ്രയേൽ നിരന്തരമായി അഭ്യർത്ഥിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ UN ഇതുവരെ അതിനെ ചെവി കൊണ്ടിട്ടില്ല. ഈ 10,000-ഓളം സൈനികരിൽ ഭൂരിഭാഗവും ഇറ്റാലിയൻ സൈനികരാണ് ഈ ക്യാമ്പിലുള്ളത്. അവർക്കെതിരെയാണ് ഇത്തരത്തിൽ പല തവണകളിലായി ഇസ്രയേലിന്റെ ആക്രമണം നടക്കുന്നത്. സമാധാന സേനയെ വെടിവെച്ചും വാച്ച് ടവറുകൾ തകർത്തുമൊക്കെയായിരുന്നു കഴിഞ്ഞ 2 ആക്രമണങ്ങളും ഉണ്ടായതെങ്കിൽ ഇത് മാരകമായ പീരങ്കി ഷെല്ല് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. ഇനി ഇത് ഏത് തരത്തിലാണ് ഈ ഷെല്ല് ഇവിടെ എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് ഇസ്രയേലിനോട് ഇറ്റാലിയുടെ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായി ഇസ്രയേൽ പ്രതിരോധ സേന ബോധപൂർവം തങ്ങളുടെ താവളങ്ങൾ ആക്രമിക്കുകയാണ് എന്ന യൂണിഫിൽ ആരോപിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ ടജാനി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറുമായി സംസാരിക്കുകയും ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിലെ തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയാണ്. ഏതായിരുന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് അപ്ഡേഷനുകളിൽ ചിലത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരുപക്ഷെ ഇപ്പോഴും സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കും, ഞാൻ ഈ വാർത്ത പറയുന്ന സമയത്ത് പോലും സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് സംബന്ധിച്ച അപ്ഡേഷനുകൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നു എന്നത് സംബന്ധിച്ചതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ നമുക്കത് നൽകാൻ സാധിക്കും.